ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് ഐസോക്വൺസ് പ്രൊഡക്ഷൻ കർവുകളാണ്. ഐസോക്വൺസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്ട്സ് എന്ന് പറയും. ലേബർ ആൻഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാവുന്ന വേരിയബിൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ ഐസോക്വൺസ് എന്ന ക്വസ്റ്റിന് പകരം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്ട്സ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. പ്രത്യേകിച്ചും BAക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ചോദിച്ചാൽ ഓർത്തിരുന്നോ ഐസോക്വാണ്ടാണ്. ഈ ഐസോക്വാണ്ടിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈക്വൽ പ്രോഡക്റ്റ് കർവ് ഓർ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്തിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. പ്രൊഡക്ഷൻ്റെ അകത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ഇറ്റ് ഈസ് സിമിലർ ടു കൺസ്യൂമേഴ്സ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ പഠിച്ചതാണ്. കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസ് കർവുമായിട്ട് അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഐസോക്വൺസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കർവാണ്, ഓർത്തിരുന്നോണം. അപ്പോൾ വാട്ട് ഈസ് ഐസോക്വൺസ്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് representing various combination of 2 inputs which gives equal amount of output. നമ്മുടെ വേരിയബിൾ ഇൻപുട്ട് നമുക്ക് ഏത് കോമ്പിനേഷന് വേണമെങ്കിലും, ലേബറിനെയും ക്യാപിറ്റലിനെയും ഏത് കോമ്പിനേഷന് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അങ്ങനെ ഏത് കോമ്പിനേഷനിൽ എടുത്താലും ഔട്ട്പുട്ട് സെയിം ലെവലാണ്. അപ്പോൾ അങ്ങനെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിൽ 2 വേരിയബിൾ ഫാക്ടറിനെ ഏത് രീതി വേണമെങ്കിലും കമ്പൈൻ ചെയ്യാം. അതിനെ കാണിക്കുന്ന കർവാണ് ഐസോക്വാൺസ് എന്ന് പറയും. സോ വാട്ട് ഈസ് ഐസോക്വാണ്ട്? അപ്പോൾ എന്താണ് ഐസോക്വാണ്ട് എന്ന് പറഞ്ഞാൽ? ഐസോക്വാണ്ട് ഷൂസ് ദ ലോക്കസ് ഓഫ് ദ എക്സാക്റ്റ് പോയിൻ്റ് എന്നാണ് ലോക്കസ് ഓഫ് പോയിൻറ്റ്സ്. ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഇൻപുട്ട്സ്, ദാറ്റ് ഈസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, വിച്ച് ഗിവ്സ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്സ്. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും, അതായത് നമ്മളിപ്പോൾ ഏത് പോർഷൻ്റെ അകത്തിൽ ഇപ്പോൾ L അല്ലെങ്കിൽ K, ലേബർ ആൻഡ് ക്യാപിറ്റൽ ഏത് പോർഷൻ്റെ അകത്ത് ചേർത്താലും ശരി, അവിടെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ആ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോക്വാൺസ്. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഇൻപുട്ട്സ് വിച്ച് ഗിവ്സ് ഈക്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതാണ്. ഇനിയും അത് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. എന്താണ്? ലേബർ ക്യാപിറ്റൽ 1 യൂണിറ്റ് ലേബർ ആൻഡ് 12 യൂണിറ്റ് ക്യാപിറ്റൽ. അപ്പോൾ 1 യൂണിറ്റ് ലേബർ, അതുപോലെ ക്യാപിറ്റൽ 12 യൂണിറ്റ്, വിച്ച് ഗിവ്സ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ 100 യൂണിറ്റ്സ് ഔട്ട്പുട്ട്. ഇനി മറ്റൊരു കോമ്പിനേഷൻ നമുക്ക് എടുക്കാം. 2 യൂണിറ്റ്സ് ഓഫ് ലേബർ, 8 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് ലേബർ 1ൽ നിന്ന് 2ആയിട്ട് റൈസ് ചെയ്തു, അപ്പോൾ ക്യാപിറ്റൽ 12ൽ നിന്ന് 8ലോട്ട് ഡിമിനിഷ് ചെയ്തു, അപ്പോഴും ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് 100 യൂണിറ്റ്സ്. വീണ്ടും അടുത്തൊരു എക്സാമ്പിൾ എടുത്താൽ 2ൽ നിന്ന് ലേബർ 3 ആയിട്ട് കൂടി, 3 യൂണിറ്റ്സ് ഓഫ് ലേബർ. അപ്പോൾ ക്യാപിറ്റൽ നമുക്കറിയാം, മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് 1 ഇൻപുട്ട് മീൻസ് ദ ലെസ് ഓഫ് അനദർ 1. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതനുസരിച്ച് ഒരു യൂണിറ്റ് ഏതെങ്കിലും ഒരു വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ചെയ്താൽ മറ്റൊരു വേരിയബിൾ ഫാക്ടർ അതിന് ആനുപാതികമായിട്ട് ഡിമിനിഷ് ചെയ്യും. അപ്പോൾ ലേബർ 3 ആണെങ്കിൽ ക്യാപിറ്റൽ 5, അപ്പോഴും ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാണ്? 100. അപ്പോൾ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ നമ്മൾ എടുത്തു, പക്ഷേ ടോട്ടൽ ഔട്ട്പുട്ട് സെയിം ആണ്, 100 യൂണിറ്റ്സ് ആണ്. ഇതാണ് ഐസോക്വാണ്ടിൽ പറയുന്നത്. ഇനി 2-3 അസംഷൻസ് ഉണ്ട്, ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് 2 വേരിയബിൾ ഇൻപുട്ട്സ് L ആൻഡ് K. നമുക്കറിയാം ലേബർ ആൻഡ് ക്യാപിറ്റൽ 2 വേരിയബിൾ ഇൻപുട്ട്സ്. അത് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് X എന്ന് പറയുന്നത്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്സ്. അടുത്തതെന്ന് പറയുന്നത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോർ ലേബർ ലെസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ മോർ ക്യാപിറ്റൽ ലെസ് ലേബർ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ലേബർ ആൻഡ് ക്യാപിറ്റൽ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഇനി അതുപോലെ നോ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ ടെക്നോളജി. പ്രൊഡക്ഷൻ ടെക്നോളജി റിമെയിൻ ദ സെയിം. അതായത് മുമ്പുണ്ടായിരുന്ന അതേ പ്രൊഡക്ഷൻ ടെക്നോളജി ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു. അതിൽ ടെക്നോളജിയിൽ യാതൊരു മാറ്റവുമില്ല. ബേസ്ഡ് ഓൺ ദിസ് അസംഷൻ വി ക്യാൻ ഡ്രോ ഇൻ ഐസോക്വാൺസ്. ദാണ്ട് ഇങ്ങനെ നമുക്കത് വരച്ച് കാണിക്കാം. OXൽ ലേബർ ഉണ്ട്, OYൽ ക്യാപിറ്റൽ ഉണ്ട്. ആ കോമ്പിനേഷൻ 12, 8, 6 നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. അതുപോലെ 1, 2, 3, 4. അപ്പോൾ ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ വേരിയസ് പോർഷൻ, ഫോർ എക്സാമ്പിൾ 12 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ, അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് ലേബർ, ആ ഒരു ഏരിയ നമ്മൾ എടുത്തു. അതുപോലെ തന്നെ 8 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ ലേബർ കൂടി, 2 ആയിട്ട് കൂടി. അതുപോലെ മറ്റൊരു കോമ്പിനേഷൻ 3 യൂണിറ്റ് ഓഫ് 5 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, 5 യൂണിറ്റ് ആണ്, 3 അല്ല. 5 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എടുത്തു, 5 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ 5 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എടുത്തപ്പോൾ അവിടെ 3 യൂണിറ്റ് ഓഫ് ലേബർ ആണെന്ന് വിചാരിക്കുക, 3 യൂണിറ്റ് ഓഫ് ലേബർ എന്ന് വിചാരിക്കുക. അപ്പോൾ 5 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ
12 യൂണിറ്റ് ക്യാപിറ്റലായപ്പോൾ 1 യൂണിറ്റ് ഓഫ് ലേബർ. ക്യാപിറ്റൽ 8 ആയിട്ട് കുറഞ്ഞപ്പോൾ ലേബർ 2 ആയിട്ട് കൂടി. ക്യാപിറ്റൽ 5 ആയിട്ട് കുറഞ്ഞപ്പോൾ ലേബർ 3 ആയിട്ട് കൂടി. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ വേരിയസ് കോമ്പിനേഷൻ പോയിന്റിനെ നമുക്ക് ചേർത്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കാം. അതിനെ നമുക്ക് IQ എന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ധാരാളം വേണേൽ എടുക്കാം, ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പം സൗകര്യമായിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് IQ റെപ്രസെൻറ്റിങ് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ 100 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ കാണിക്കുന്നതാണ്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ക്യാപിറ്റൽ 12, ലേബർ 8, അതുപോലെ തന്നെ ക്യാപിറ്റൽ 12 ആദ്യം, അപ്പോൾ ലേബർ 1 യൂണിറ്റ്. ക്യാപിറ്റൽ കുറഞ്ഞു, 8 ആയിട്ട് കുറഞ്ഞപ്പോൾ ലേബർ 2 യൂണിറ്റായി. ക്യാപിറ്റൽ 5 ആയിട്ട് കുറഞ്ഞപ്പോൾ ലേബർ 3 യൂണിറ്റായിട്ട് കൂടി. അപ്പോൾ ഈ രീതിയിൽ നമുക്കതിനെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഐസോക്വാണ്ടുകൾ. പിന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ അകത്ത് പറഞ്ഞ പോലെ എ ഫാമിലി ഓഫ് ഐസോക്വാണ്ട്സ് ടുഗദർ നോൺ ആസ് IQ മാപ്പ്, ഐസോക്വാണ്ട് മാപ്പ് എന്നതിനെ വിളിക്കുക. അതായത് മോർ ആൻഡ് മോർ ഐസോക്വാണ്ട്സ് ഒരൊറ്റ സിംഗിൾ ഡയഗ്രത്തിൽ പറയുമ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം? ഐസോക്വാണ്ട് മാപ്പ് എന്ന് പറയാം. അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഇവിടെയും സ്ലോപ്പ് ഉണ്ട്. അതാണ്ട് കണ്ടല്ലേ, ΔK/ΔL. ΔK എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ K ക്യാപിറ്റൽ, അതുപോലെ ചേഞ്ച് ഇൻ ലേബർ L. ആ റേഷ്യോയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുക. ഐസോക്വാണ്ടിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ΔK/ΔL എന്ന് പറയും. അത് സെൻറ്ററേ എടുക്കാവൂ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കർവിൻ്റെ ടോപ്പിലോ അതുപോലെ ബോട്ടത്തിലോ വരുന്ന സെൻറ്ററാണ് കറക്റ്റ് സ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ അത് ഓർത്തിരുന്നോണം, ഐസോക്വാണ്ട് മാപ്പ്. പിന്നെ there are various types of ഐസോക്വാണ്ട്സ്. പലതരത്തിലുള്ള ഐസോക്വാണ്ടുകളുണ്ട്. ആ ഐസോക്വാണ്ടുകൾ ഇപ്പം MAക്കൊക്കെ ഉണ്ട്, BAക്കൊക്കെ സാധാരണ എന്താണ് ഐസോക്വാണ്ട് വരയ്ക്കുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആ കാര്യങ്ങളൊക്കെ മാത്രം ഓർത്തിരുന്നാൽ മതി. MAക്കാണെങ്കിൽ അതേത് ടൈപ്പിലുള്ളതുണ്ട് എന്നുകൂടെ നമുക്ക് ഓർക്കാം. അപ്പോൾ ടൈപ്സിൽ ഫസ്റ്റ് വൺ ഈസ് ലീനിയർ ഐസോക്വാണ്ട് എന്ന് പറയും. ലീനിയർ ഐസോക്വാണ്ട് എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ഒള്ളി ലേബർ ഓർ ക്യാപിറ്റൽ, ഒന്നീ ലേബർ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാത്രം ഉപയോഗിച്ച് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ലേബറിന് പകരം ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റലിന് പകരം ലേബർ, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐസോക്വാണ്ടിനെ നമ്മൾ എന്ത് പറയും? ലീനിയർ ഐസോക്വാണ്ട് എന്ന് പറയും. രണ്ടാമത്തേത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോക്വാണ്ട് എന്ന് പറയും. ഇൻപുട്ട് ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MRTS ഇല്ല. അപ്പോൾ സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, ദാറ്റ് മീൻസ് കോംപ്ലിമെൻറ്റാരിറ്റി ആണ്. ഓൺലി വൺ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ്. ഒരൊറ്റ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോക്വാണ്ടിനെ പറ്റി പറഞ്ഞ് നമ്മുടെ ലിയോൺ ഡീഫ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. അതുകൊണ്ട് അയാളുടെ പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ലിയോൺ ഡീഫ് ഐസോക്വാണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം, ലിയോൺ ഡീഫ് ഐസോക്വാണ്ട്, ദാറ്റ് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോക്വാണ്ട്. അപ്പോൾ അത് കോംപ്ലിമെൻറ്റാരിറ്റിയാണ്, സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയാണ്, അതുപോലെ തന്നെ വൺ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, MRTS ഇല്ല. മൂന്നാമത് കിങ്ഡ് ഐസോക്വാണ്ട് ഉണ്ട്. കിങ്ഡ് അതായത് ഒരുമാതിരി എന്താ പറയുക, ഒരു കുനിവ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു മൂല, ഒരു കുനിവ്, ആ രീതിയിൽ കാണിക്കുന്ന ഐസോക്വാണ്ട് ഉണ്ട്. അതായത് ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് 2 ഇൻപുട്ട്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡ് ആണ്. അത് ലീനിയർ പ്രോഗ്രാം, MA ക്ലാസ്സുകളുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിറ്റിക്സിലും അതുപോലെ തന്നെ മൈക്രോയിലും ഒക്കെ തന്നെയുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് ഒരു പ്ലാനിങ് ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ അതിലൊക്കെ യൂസ് ചെയ്യുന്ന കർവാണ് കിങ്ഡ് ഐസോക്വാണ്ട് എന്ന് പറയും. പിന്നെ നാലാമത്തെ സ്മൂത്ത് കർവ്, സ്മൂത്ത് കോൺവെക്സ് ആണ്, കർവ് ഷേപ്പാണ്, കർവാണ്, സ്മൂത്ത് കോൺവെക്സ് ആണ്. അതായത് കണ്ടിന്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ് ഓവർ എ റേഞ്ച് ഓഫ് പീരീഡ്, അല്ലെ ഓവർ എ സർട്ടൺ റേഞ്ച് എന്ന് പറയാം. അതായത് പരമാവധി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന അത്രയും തവണയും നമുക്ക് പ്രൊഡക്ഷനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിപ്പോൾ കർവ് പോലെ കിട്ടും. അതാണ് സ്മൂത്ത് കോൺവെക്സ് കർവ് എന്ന് പറയും, സ്മൂത്ത് കോൺവെക്സ് ഐസോക്വാണ്ട് എന്ന് പറയും. അപ്പോൾ ഇത്രയും തരത്തിലുള്ള 4 ടൈപ്പിലുള്ള ഐസോക്വാണ്ടുകളുണ്ട്, ഓർത്തിരുന്നോണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് റിലേറ്റഡ് ടു ഐസോക്വാണ്ട് ഈസ് കോൾഡ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ടാണ് X എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേബർ ക്യാപിറ്റൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് കൂടുമ്പോൾ, ലേബർ കൂടുമ്പോൾ ക്യാപിറ്റൽ കുറയും, ക്യാപിറ്റൽ കൂടുമ്പോൾ ലേബർ കുറയും. അപ്പോൾ എത്ര ലേബർ കുറച്ചിട്ടാണ് ക്യാപിറ്റൽ കൂട്ടിയത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറച്ചിട്ട് എത്ര ലേബർ കൂട്ടി, ആ ഒരു റേഷ്യോ, ആ ഒരു റേറ്റിനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, 12 ക്യാപിറ്റൽ എടുത്തപ്പോൾ 1 ലേബറേ ഉള്ളൂ. നേരെ മറിച്ച് ക്യാപിറ്റലിൻ്റെ 12 എന്ന് പറഞ്ഞ് 8 ആയിട്ട് കുറഞ്ഞപ്പോൾ ലേബർ 1 നിന്ന് 2 ആയിട്ട് കൂടി. അവർ തമ്മിലുള്ള ആ 2 വേരിയബിൾ ഫാക്ടർ തമ്മിലുള്ള ആ റേഷ്യോ, ആ റേറ്റിന് വിളിക്കുന്ന പേരാണ് MRTS. അപ്പോൾ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി
സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് യാതൊരു മാറ്റമില്ല. അപ്പം ക്യാപിറ്റൽ കൂട്ടാം, ലേബർ കൂട്ടാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയ്ക്കാം, ലേബർ ഏതെങ്കിലും ഒന്ന് ക്യാപിറ്റൽ കൂട്ടി ലേബർ കുറയ്ക്കാം, അല്ലെങ്കിൽ ലേബർ കൂട്ടി ക്യാപിറ്റൽ കുറയ്ക്കാം. എങ്ങനെ വന്നാലും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്ന ആ റേറ്റിന്, ഏത് റേറ്റിലാണോ ക്യാപിറ്റൽ ആൻഡ് ലേബർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് MRTS. അതിനെ MRTS ഓഫ് L4K എന്ന് പറയും. L4K ദാറ്റ് ഈസ് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു MBL ബൈ MBK എന്ന് പറയും. ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ, നമ്മൾ മുമ്പേ കാണിച്ചു. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലേബറാണ്. അപ്പോൾ അത് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു MBL. MBL എന്ന് പറഞ്ഞാൽ അറിയാം, മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. MBK എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. പലയിടത്തും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ MPL മാർജിനൽ ഫിസിക്കൽ എഴുതിയില്ലെങ്കിലും വേണ്ടില്ല, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും മതി. അതുപോലെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് കെ അല്ലെങ്കിൽ MBK, MBL ബൈ MBK അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MRTS ഓഫ് L4K എന്ന് പറയും. ഇനി there are also certain certain properties. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് IQ, അതായത് നമ്മുടെ ഐസോക്വാണ്ട് സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ്സ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതുകൊണ്ട് കണ്ടില്ലേ, ലെഫ്റ്റ് ടു റൈറ്റ് അതാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് വരികയാണ്. അപ്പോൾ ഐസോക്വാണ്ടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഫ്രം സ്ലോപ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, നെഗറ്റീവ് സ്ലോപ്പിംഗ് ബിക്കോസ് ഓഫ് MRTS ആണ് അതിന് കാരണം. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒന്ന് കൂട്ടുമ്പോൾ, അതായത് ഒരു ഫാക്ടർ കൂട്ടുമ്പോൾ മറ്റൊരു ഫാക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇനി രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി, ഐസോക്വാൺസ് കോൺവെക്സ് ടു ദ ഐസോക്വാൺസ് കനോട്ട് കട്ട് ഈച്ച് അതർ. നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞ പോലെ 2 ഐസോക്വാണ്ട് ഷോസ് 2 ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് നെവർ കട്ട് ഈച്ച് അതർ. യാതൊരു കാരണവശാലും 2 ഐസോക്വാണ്ടുകൾ കട്ട് ചെയ്യത്തില്ല. അതൊരു മൂന്നാമത് ഐസോക്വാണ്ട് കോൺവെക്സ് ടു ദ ഒറിജിനാണ്. അത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം പിന്നെ MRTSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് എന്താ, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ബിക്കോസ് ഓഫ് DMRS ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇങ്ങനെ കോൺവെക്സ് ഷേപ്പിൽ വരും. അതുപോലെ ഇറ്റ് അസ്യൂംസ് വേരിയസ് ഷേപ്സ്. നമ്മളിവിടെ പറഞ്ഞു വേരിയസ് ഷേപ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാക്ടേഴ്സിൻ്റെ അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിലേത് തരത്തിലുള്ള ഷേപ്പ് വേണമെങ്കിലും ഈ ഐസോക്വാണ്ടിന് എടുക്കാം. ഓർത്തിരുന്നോണം. പിന്നെ നമ്മൾ നേരത്തെ ഐസോക്വാണ്ട് ഇൻഡിഫറൻസ് കർവ് പറഞ്ഞ പോലെ മറ്റൊരു പോയിൻ്റ് ഹയർ ആൻഡ് ഹയർ ഐസോക്വാണ്ട് ഷോസ് ലാർജർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, മാപ്പ് വരച്ച കണ്ടോ, 100, 120, 140 അങ്ങനെ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് അങ്ങനെ കൂടുകയാണ് 100 നിന്ന് 140ലേക്ക്. അങ്ങനെ ഹയർ ആൻഡ് ഹയർ ഐസോക്വാണ്ട് ഷോസ് ഗ്രേറ്റർ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഐസോക്വാണ്ട്. ഒരു ഷോർട്ട് നോട്ട് എന്നുള്ളതേ ഉള്ളൂ. MAയ്ക്കും ഉണ്ട്, BAയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ BAയ്ക്കാണ് ഇത് കൂടുതലും ഓർത്തിരിക്കേണ്ടത്. BAയ്ക്ക് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ്. ഓക്കെ.